തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചൂടിലാണ് അല്ലേ? എവിടം വരെ എത്തി ഘട്ടം? നമ്മളിപ്പോൾ പരസ്യ പ്രചരണത്തിൻ്റെ 1ാം റൗണ്ട് ഇതോടുകൂടി പൂർത്തീകരിക്കുകയാണ്. പരമാവധി സമ്മതിദായകരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യ രാജ്യം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യമാണ് ജനങ്ങളുടെ മനസ്സിലേക്കുള്ളത്, അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിന് മുന്നിലുള്ളത്. അപ്പോൾ അക്കാര്യത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാറേ, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ ഒരു ഇടുക്കി മണ്ഡലം മലയോര മേഖലയാണ്, ഒരുപാട് കർഷകരുള്ള മേഖലയാണ്. ഇപ്പോൾ ഒരു വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട് കർഷകർ ഒരുപാട് ആശങ്കയിലാണ്. ആ സമയത്ത് നമ്മുടെ ഇലക്ഷൻ നടക്കുന്നതും ഈ മണ്ഡലത്തിൽ ഒരുപാട് പങ്കുവച്ചതും ഈ ആശങ്കയാണ്. ഈ ഒരു വിഷയത്തിൽ സാറിൻ്റെ നിലപാടാണ്? വന്യമൃഗശല്യം ഈ വിഷയത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഉന്നയിച്ച സബ്മിഷൻ വന്യജീവി ആക്രമണത്തെക്കുറിച്ചാണ്. അപ്പം ഞാൻ പാർലമെൻറ്റിൽ 91 പ്രസംഗങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതിൽ 8 ഈ വിഷയത്തിൽ മാത്രമായിരുന്നു. ബാക്കി എല്ലാ വിഷയവും ചേർത്താണ് ബാക്കിയെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യത്തിൽ ഈ നാട് നേരിടുന്ന പ്രതിസന്ധി നേരിട്ട് കണ്ടറിയാൻ എനിക്ക് പല അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ഇത് പരിഹരിക്കണമെങ്കിൽ സർക്കാർ ഇടപെടാതെ നടക്കത്തില്ല. ഇപ്പോൾ പ്രാഥമികമായി ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ബാധ്യതയുള്ളത് സംസ്ഥാന ഗവൺമെൻറ്റിനാണ്. അപ്പോൾ അതിനനുസരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്താൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. അവരത് ചെയ്യുന്നില്ല. അപ്പോൾ നല്ല നല്ല പദ്ധതികൾ ധാരാളമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ ഒക്കെ മാതൃകയാക്കിക്കൊണ്ട് ട്രെഞ്ച് കുഴിക്കേണ്ടടുത്ത് ട്രെഞ്ച് കുഴിക്കാനും, ഇനി അതല്ലെങ്കിൽ സോളാർ വേലിക്ക് പകരം ക്രാഷ് ഗാർഡ് ഫെൻസിങ് ചെയ്യാനും മതിൽ കെട്ടാനും ഒക്കെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിന് അധികാരമുണ്ട്, അവസരമുണ്ട്. പക്ഷേ അവർ പ്രയോജനപ്പെടുത്താത്തിടത്താണ് ഈ പറയപ്പെടുന്നത് പോലെ ഇത്രയും രൂക്ഷമായ അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വന്യമൃഗശല്യം ഏറ്റവും രൂക്ഷമായിട്ടുള്ളത് 3-4 ജില്ലകളിൽ മാത്രമാണ്. ഇപ്പോൾ ഇടുക്കി, വയനാട്, പത്തനംതിട്ട, പാലക്കാട് ഇങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട മലയോര കേന്ദ്രങ്ങളിലാണ് ഈ വിഷയം ഏറ്റവും രൂക്ഷമായിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് നല്ല നല്ല പദ്ധതികൾ അവതരിപ്പിച്ചാൽ ഈ പ്രശ്നം കുറേയൊക്കെ പരിഹരിക്കാം. എൻ്റെ മുന്നിൽ എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ മാങ്കുളം പഞ്ചായത്തിൽ ക്രാഷ് ഗാർഡ് ഫെൻസിങ് ചെയ്തു. ആ മാങ്കുളം പഞ്ചായത്തിൽ ഇപ്പോൾ കാട്ടാന ആക്രമണം കുറവാണ്. അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ ആ ക്രാഷ് ഗാർഡ് ഫെൻസിങ് കൊണ്ട് കഴിയുന്നുണ്ട്. പക്ഷേ അതിന് പണം മുടക്കണം. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഏറ്റവും കുറച്ച് പൈസ മാത്രമാണ് ഈ കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇത്രയും രൂക്ഷമായ വിഷയം ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ ആനകളെയും അതുപോലെ മറ്റ് ക്രൂരമായ മൃഗങ്ങളെയും ഒക്കെ വേണമെങ്കിൽ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരമുണ്ട്. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ് പോളിസി ഡിസിഷൻ എടുക്കണം, ഉദ്യോഗസ്ഥർക്ക് ആ മെസ്സേജ് കൊടുക്കണം, റിപ്പോർട്ട് തയ്യാറാക്കണം. ഇതിനൊക്കെ അവർ മടി കാണിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഇതിൻ്റെ വനത്തിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് എണ്ണം നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയതായ ഒരു നിയമ ഭേദഗതി കൊണ്ടുവരണം. ഞാൻ പാർലമെൻറ്റിൽ ആ വിഷയം വളരെ ശക്തമായി ഉന്നയിച്ച ആളാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ അതിനിതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ 2 ഗവൺമെൻറ്റുകളും തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പെരുമാറിയെങ്കിൽ മാത്രമേ ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടത്തുള്ളൂ. നമ്മൾ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഈ വിഷയം പാർലമെൻറ്റിനുള്ളിലും പുറത്തും ഒക്കെ തന്നെ ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ ജനകീയമായ സമരങ്ങൾക്കും നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിനിയും തുടരും. തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ നിശ്ചയമായും ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെടലിലൂടെ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, നമ്മുടെ ഗവൺമെൻറ് പൂർണ്ണ പരാജയമാണ് ഫണ്ട് മുടക്കുന്ന കാര്യത്തിൽ. അതുകൊണ്ട് MP ഫണ്ടിൻ്റെ ഒരു നിശ്ചിത ശതമാനം പ്രധാനപ്പെട്ട വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന ഭാഗങ്ങളിൽ 50% MP ഫണ്ടും ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സാറേ, മറ്റൊരു കാര്യം, നമ്മൾ ഇടുക്കി ലോക്സഭാ മണ്ഡലം വളരെ വിശാലമായൊരു മണ്ഡലമാണ്. ഇടുക്കി ജില്ല കേരളത്തിലെ 2ാമത്തെ ജില്ലയാണ്. ഇതിനനുസരിച്ച് ഈ കാന്തല്ലൂർ, മറയൂർ പ്രദേശം ഈ പടിഞ്ഞാററ്റത്ത് കിടക്കുന്നതാണ്. പക്ഷെ അവിടുത്തെ ചില ജനങ്ങൾ ഹോസ്പിറ്റലില്ല, റോഡുകളുടെ വികസനം ഇല്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ കുടിവെള്ളക്ഷാമം ഒരുപാട് വരുന്നു. അതോടൊപ്പം തന്നെ കോതമംഗലം മേഖലയിലെ കല്ലേലിമേട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ
കറണ്ട് ഇല്ല, അവിടെ റേഞ്ച് ഇല്ലാത്ത അവസ്ഥ, അവർക്ക് കറണ്ട് കിട്ടിയിട്ടില്ല, പാലമില്ല. അപ്പം അങ്ങനെ പല മേഖലയിലും ഉള്ള ഒരു ഇതുണ്ട്. ഈ ഒരു മേഖലയിൽ എന്ത് രീതിയിലാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഇതുപോലെയുള്ള ഏറ്റവും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ സൗകര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രധാനമായും ശ്രദ്ധിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം താങ്കൾ ചോദിച്ചതിൽ മൊബൈൽ റേഞ്ച്, ഈ കല്ലേലിമേടിൽ ഉൾപ്പെടെ മൊബൈൽ റേഞ്ച് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൊബൈൽ ടവർ 90 മൊബൈൽ ടവറാണ് നമ്മുടെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ അനുവദിച്ചിട്ടുള്ളത്. അതിലൊന്ന് കല്ലേലിമേടാണ്. കല്ലേലിമേടിൽ അവിടെ സ്ഥലം അനുവദിച്ചു, പക്ഷേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ക്ലിയറൻസ് കിട്ടാത്തതിൻ്റെ പേരിലുള്ള ഒരു സാങ്കേതിക പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് പരിഹരിച്ചാൽ കല്ലേലിമേടിലും ആവും. 90 മൊബൈൽ ടവറുകൾ നമ്മുടെ ആദിവാസി മേഖലകളിലും തോട്ടം മേഖലകളിലും USO ഫണ്ടിൽ നിന്നും, യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ടിൽ നിന്നും അനുവദിപ്പിച്ച് ഏതാണ്ട് 91 കോടി രൂപയുടെ വലിയ പ്രോജക്റ്റാണ് അതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒറ്റപ്പെട്ട മേഖലകളിൽ സൗകര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി പരമാവധി ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനത്തിലേക്ക് കടന്നു. ഇപ്പോൾ NH85 കൊച്ചി മുതൽ മൂന്നാർ വരെ അത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരിമംഗലത്ത് പുതിയ പാലം അനുവദിച്ചു എന്നതുപോലെ നമ്മുടെ അടിമാലി കുമളി ദേശീയപാത അത് 18 മീറ്റർ വീതിയാക്കി വികസിപ്പിക്കുകയാണ്. മുണ്ടക്കയം കുമളി ദേശീയപാത അതും 18 മീറ്റർ വീതിയാക്കി വികസിപ്പിക്കുകയാണ്. വണ്ടിപ്പെരിയാറിലും കട്ടപ്പനയിലും ചെറുതോണിയിലും അടിമാലിയിലും ബൈപ്പാസ് അനുവദിച്ചു. മൂവാറ്റുപുഴയിലും കോതമംഗലത്തും ബൈപ്പാസ് അനുവദിച്ചു. ഇനി മലയോര മേഖലയിൽ ഇപ്പോൾ താങ്കൾ ആദ്യം ചൂണ്ടിക്കാണിച്ച മറയൂർ, കാന്തല്ലൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അവിടെ ഇപ്പോൾ ട്രൈബൽ മേഖലയിലേക്ക് കൂടുതലായി MP ഫണ്ട് നൽകിക്കൊണ്ട് അതുവഴി ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾക്ക് ഞാൻ മുൻഗണന കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആദിവാസി ഊരുകളിലൊക്കെ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി, അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നല്ല നിലയിൽ റോഡ് വികസനം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി MP ഫണ്ട് നല്ല നിലയിൽ തന്നെ ട്രൈബൽ മേഖലയിൽ ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. സാറേ, ഇനിയുള്ള MP ആവുമ്പോൾ ഇനിയുള്ള സ്വപ്നങ്ങൾ, ഇടുക്കി മണ്ഡലത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ അവരാരും ഇവിടെ നിൽക്കുന്നില്ല, അവരെല്ലാം വിട്ടുപോവുകയാണ്, വിദേശ രാജ്യങ്ങളിലേക്കാണ്. അപ്പോൾ അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയാണ്. അപ്പോൾ അവർക്ക് ആത്മവിശ്വാസം പകർന്നുകൊണ്ട് വികസന പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇവിടെ സൗകര്യങ്ങൾ കൂടുതലായി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മൊബൈൽ ടവറിൻ്റെ സ്ഥാപനം അത് ആ രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ 5Gയുടെ കാലഘട്ടത്തിൽ ഒരു കോള് പോലും വിളിക്കാൻ പറ്റാത്ത ധാരാളം പ്രദേശങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ജൂൺ മാസം 30 സമ്പൂർണ്ണമായി മൊബൈൽ കവറേജുള്ള, അത് 4G കണക്ഷനുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലമായി ഇടുക്കി മാറും എന്നതുപോലെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ദേശീയപാത വികസനം അത് നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ തോട്ടം മേഖലയിലെ തൊഴിലാളികൾ ഉൾപ്പെടെ ESI ബെനിഫിറ്റ് ഉള്ളവരായി മാറാൻ പോവുകയാണ്. അപ്പോൾ കട്ടപ്പനയിൽ 100 ബെഡ് ESI ആശുപത്രി അനുവദിച്ചു, 150 കോടി രൂപ അനുവദിച്ചു. അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. ഇനി അതിൻ്റെ പണി പൂർത്തീകരിക്കണം. തൊടുപുഴയിൽ രണ്ടാമതൊരു കേന്ദ്രീയ വിദ്യാലയം അനുവദിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ സ്ഥലമെടുപ്പ് ഉൾപ്പെടെ പൂർത്തീകരിച്ച് അന്തിമ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അത് ഉൾപ്പെടെയുള്ള അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അത് അടിസ്ഥാന വർഗം എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാ തരത്തിലും തൊഴിലാളികൾ, സൗകര്യം കുറവുള്ള ആളുകൾ, അവർക്ക് ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ, നല്ല ചികിത്സ ലഭ്യമാക്കുന്ന തരത്തിലുള്ള പദ്ധതികൾ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസപരമായ പരിമിതി ആദിവാസി മേഖലയിൽ ഇടമലക്കുടിയിൽ ഒരു സ്കൂൾ അനുവദിച്ച് ആ സ്കൂൾ കെട്ടിടം നമ്മൾ പണി പൂർത്തീകരിച്ചു. CSR ഫണ്ട് മുടക്കിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ. അതോടൊപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയ രംഗത്ത് ഇടുക്കി ജില്ലയ്ക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയ ഒരു ഗവൺമെൻറ്റാണ്. ഏതാണ്ട് 35 കരിനിയമങ്ങളാണ് ഇടുക്കി ജില്ലയ്ക്കെതിരെ ഈ ഗവൺമെൻറ് ഇറക്കിയത്. അപ്പോൾ ആ ഒരു തരത്തിൽ ഈ ജില്ലയെ ദ്രോഹിച്ച ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം ഇടുക്കിയിലെമ്പാടുമുണ്ട്. താങ്കളിവിടെ ആദ്യം സൂചിപ്പിച്ച വന്യജീവി പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിന് അകത്ത് വരുന്ന വിഷയങ്ങളാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായ അതിശക്തമായ ജനവികാരം, അഴിമതിയല്ലാതെ മറ്റൊന്നും ഈ ഗവൺമെൻറ്റിൻ്റെ അജണ്ടയിലില്ല. അപ്പോൾ ആ ഒരു തരത്തിൽ ഇടത് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം നാട്ടിലെല്ലായിടത്തും ഉണ്ടാകും. അതോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചെയ്തിട്ടുള്ള വികസന പദ്ധതികൾക്കൊക്കെ ഒരു അംഗീകാരം എന്നുള്ള നിലയിൽ കൂടി ജനങ്ങൾ അനുകൂലമായ ഒരു പ്രതികരണം നടത്തും എന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് ഇപ്പോഴുള്ളത്.